തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ് നമ്മുടെ കഥാപാത്രം. കോർപ്പറേഷനിൽ രാധാകൃഷ്ണൻ, പാറ്റൂർ രാധാകൃഷ്ണൻ വലിയ ഭൂരിപക്ഷത്തിൽ കണ്ണമ്മൂലയിൽ നിന്ന് വിജയിച്ചു. പാറ്റൂർ രാധാകൃഷ്ണൻ തന്നെയായിരുന്നു സ്റ്റാർ. ഇടത് വലത് മുന്നണികളും ദേശീയ ജനാധിപത്യ സഖ്യവും കഴിഞ്ഞ 2 ദിവസം മുമ്പേ വരെ രാധാകൃഷ്ണനെ നിരന്തരം വിളിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കണം, ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചു. പക്ഷെ രാധാകൃഷ്ണൻ അപ്പോഴൊന്നും പിടികൊടുത്തില്ല. ഇനിയിപ്പോ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്ത് രാധാകൃഷ്ണനും കൗൺസിലറായി കഴിഞ്ഞു. ഇനി വരുന്നത് ഈ ഡിസംബർ 26-ാം തീയതി മേയർ തെരഞ്ഞെടുപ്പാണ്. രാധാകൃഷ്ണൻ മേയർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ അതോ രാധാകൃഷ്ണൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകളാണ് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പുകയുന്നത്. ആർക്കൊപ്പം രാധാകൃഷ്ണൻ നിന്നാലും അവിടെ വിജയസാധ്യത കൂടും, അവർക്ക് ഭരണസ്ഥിരത കൂടും എന്നതിൽ ഒരു തർക്കവും ഇല്ലതാണ്. അതുകൊണ്ട് രാധാകൃഷ്ണൻ തന്നെയാണ് ഇപ്പോഴും സ്റ്റാർ. ഇവിടെയുള്ള ഒരു മുന്നണി രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കണം. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് UDF ഇടതുമുന്നണിക്ക് പിന്തുണ കൊടുക്കാത്തത്? 29 സീറ്റ് ഇടതുമുന്നണിക്കുണ്ടല്ലോ, 19 സീറ്റ് UDFിനുമുണ്ട്. 2 സ്വതന്ത്രന്മാർ, അതിലൊന്ന് UDF വിമതനാണ്, 2 രാധാകൃഷ്ണനാണ്. ഇവരെല്ലാവരും കൂടി ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ 50 സീറ്റ് പ്രതിപക്ഷത്തിനും ലഭിക്കും. പിന്നെ വിഴിഞ്ഞത്ത് UDFിനും അല്ല, സ്വതന്ത്രനുമല്ല, BJPക്കുമല്ല മേൽക്കൈയുള്ളത്. അവിടെ ഇടതുമുന്നണിയുടെ കോട്ടയാണ്. ഇടതുമുന്നണി അവിടെ നിന്ന് ജയിച്ചു വരുമെന്ന കാര്യത്തിലും ഇപ്പോൾ തർക്കമൊന്നുമില്ല. മറ്റ് മറിമായങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇടതുമുന്നണി വിഴിഞ്ഞത്ത് വിജയിക്കും. അങ്ങനെയാണെങ്കിൽ 51 സീറ്റുകൾ, ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണിക്ക് അവിടെ ഭരണ തുടർച്ചയും ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഇത് സാധ്യമാകാതെ വരുന്നത്? ആദ്യം MV ഗോവിന്ദൻ മാസ്റ്ററും V ശിവൻകുട്ടിയും ഒക്കെ ഇത്തരമൊരു സഖ്യ ചർച്ചയും പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നുമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. പിന്നീട് അവർ അതിൽ നിന്ന് പിന്മാറി. എന്തുകൊണ്ടാകാം ഇത് നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടോ എന്ന് ചോദിച്ചാൽ, BJPയെ 29 വാർഡുകളിൽ BJPയെ ഒന്നാമതെത്തിക്കുകയും 11 വാർഡിൽ UDFിനെ ഒന്നാമതെത്തിക്കുകയും ചെയ്ത ഒരു അന്തർധാര BJPക്കും UDFിനും പ്രത്യേകിച്ച് കോൺഗ്രസിനും ഇടയിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവഹിക്കുന്നുണ്ട് എന്നതാണ് ശരിയായ വസ്തുത. അതുകൊണ്ട് തന്നെ BJPയെ ഇക്കുറി അധികാരത്തിൽ എത്തിക്കാൻ UDF യാതൊരു മടിയും കാണിക്കുകയില്ല. അവരതുകൊണ്ട് അരിവാള് പിടിക്കാൻ കൈ ഉയർത്തുകയില്ല എന്ന് ചുരുക്കം. അരിവാളും നെൽക്കതിരുമാണെങ്കിലും, അരിവാളും ചുറ്റുകയും നക്ഷത്രമാണെങ്കിലും ആ അരിവാള് പിടിക്കാൻ കൈ ഉയർത്തുകയില്ല, പകരം താമര പിടിക്കാൻ കൈ ഉയർത്തും. ഞാൻ പറയാൻ കാരണം, ഇടതുമുന്നണി അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവിടുന്ന് പുന്നക്കാമുകളിൽ നിന്ന് ജയിച്ച ശിവജി, ഏരിയ സെക്രട്ടറി ആയിരുന്ന ശിവജി മേയർ സ്ഥാനാർത്ഥിയായി, CPMന്റെ ഇടതുമുന്നണിയുടെ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. കാരണം അവരവരുടെ നിലപാട് പ്രഖ്യാപിച്ചു. ഞങ്ങൾ മേയർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് UDF KS ശബരിനാഥനെ അവരുടെ മേയർ കാൻഡിഡേറ്റ് ആക്കുന്നില്ല? എന്നിട്ട് രാധാകൃഷ്ണൻ സ്വതന്ത്രനായി മത്സരിക്കട്ടെ? അങ്ങനെ ഒന്നും അവിടെ ഇതുവരെ ഇല്ല. ഏകദേശം ഇനി 4 ദിവസം കൂടിയേ ഉള്ളൂ മേയർ തെരഞ്ഞെടുപ്പിന്. അപ്പോ ആത്യന്തികമായും ആദ്യത്തെ 6 മാസം ദേശീയ ജനാധിപത്യ സഖ്യം തന്നെ തിരുവനന്തപുരത്ത് മേയർ പദവിയിലും ഡെപ്യൂട്ടി മേയർ പദവിയിലും ഒക്കെ ഇരുന്ന് വാഴും എന്നതിൽ ഒരു തർക്കവുമില്ല. ഇനി രാധാകൃഷ്ണൻ പ്രകാശ് ജാവദേക്കർക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തത് കൊണ്ടോ, രാജീവ് ചന്ദ്രശേഖറിന് ഷേക്ക് ഹാൻഡ് കൊടുത്തത് കൊണ്ടോ മുന്നണി വിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രനായ രാധാകൃഷ്ണൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ചേർന്നു എന്ന പ്രചരണം ചില കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. രാധാകൃഷ്ണൻ അത്തരമൊരു മുന്നണി സമവായത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ചുരുക്കം. രാധാകൃഷ്ണൻ ഇപ്പോഴും സ്വതന്ത്രൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാർഡില് ആരാണ് നന്മ ചെയ്യുന്നത് അവരുടെ കൂടെ നിൽക്കുമെന്നാണ് രാധാകൃഷ്ണൻ പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപനമൊക്കെ അവിടെ നിർത്തിയിട്ട് മുന്നണി ബന്ധം തന്നെ ചോദിച്ചാൽ, മധ്യപ്രദേശിൽ വീണ്ടും, മഹാരാഷ്ട്രയിൽ വീണ്ടും പ്രശ്നമാണ്. ദേശീയ ജനാധിപത്യ സഖ്യം തന്നെ അവിടെ വീണ്ടും അധികാരത്തിൽ വന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ. എന്തുകൊണ്ടാണത് എന്ന് ചോദിച്ചാൽ, അവിടെ ഇന്ത്യ മുന്നണിക്ക് ബലക്ഷയമാണ്. എല്ലായിടത്തും എനിക്ക് വേണം അധികാരം, എനിക്ക് വേണം അധികാരം, നീ അധികാരം ഏറ്റെടുക്കരുത്, നിനക്കല്ല ശക്തി, പ്രബല ശക്തി ഞാനാണ് എന്ന കോൺഗ്രസിന്റെ വാദഗതിയാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. തിരുവനന്തപുരത്തും കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഉറപ്പായും BJP അവിടെ ഭരിക്കാൻ കയറുകയില്ല എന്നത് വാസ്തവമാണ്. പക്ഷേ കോൺഗ്രസ് ഒരിക്കലും സമ്മതിക്കില്ല. കോൺഗ്രസിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മുഖ്യമന്ത്രിയാകണം. അതുകൊണ്ട് തിരുവനന്തപുരം പോണെങ്കിൽ പോട്ടെ, പക്ഷേ കേരളം മുഴുവൻ ഞങ്ങളുടെ കൂടെ നിൽക്കുമല്ലോ എന്നതാണ് ചിന്ത. അത് ഒരു വലിയ പ്രതിസന്ധിയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം നേരിടുന്ന പ്രതിസന്ധിയാണ്. അവർ BJPക്ക് വഴി തുറന്നു കൊടുക്കുകയാണ്. അവർ താമര കയ്യിലേന്തുകയാണ്, അല്ലെങ്കിൽ അവർ താമരയ്ക്ക്
വളമിട്ട് കൊടുക്കുകയാണ് എന്നതിൽ തർക്കമില്ല. അങ്ങനെ UDF-നെ വിമർശിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. കാരണം കേരളത്തിന് പുറത്ത് ചില സംസ്ഥാനങ്ങളിലുള്ള ഇന്ത്യ മുന്നണി, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പൊതുതെരഞ്ഞെടുപ്പ് വരുമ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഇന്ത്യ മുന്നണി, അത് ആ മുന്നണി അതിന്റെ ശക്തി ക്ഷയിച്ച് നശിച്ചു പോകാതിരിക്കാൻ കേരളത്തിൽ പ്രത്യേകിച്ച് അതിനൊരു മാതൃക തിരുവനന്തപുരത്ത് നിന്ന് കാട്ടിക്കൊടുക്കാനുള്ള ഏറ്റവും വലിയ അവസരമായിരുന്നു. ആ അവസരവും UDF തല്ലിക്കെടുത്തിക്കളഞ്ഞു എന്ന് പറയേണ്ടി വരും.